അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 പേരുകൾ എണ്ണി പറഞ്ഞു. എന്നിട്ട് നബി പറയാണ്, ഇവരൊക്കെ സ്വർഗത്തിലാണ്. അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഈ പറയുന്നത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. നബിന്റെ ഇഷ്ടത്തിനൊന്നും പറയില്ലല്ലോ. വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ സംസാരം. എന്താണ് പറയുന്നത്? ഇവർക്കൊക്കെ സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇത് ആ സ്വഹാബിമാർക്ക് വെറുതെ കിട്ടിയ അംഗീകാരമല്ല. അവരുടെ ജീവിതത്തിനും ത്യാഗത്തിനും സഹനത്തിനും ക്ഷമക്കും അള്ളാഹു കൊടുത്ത സമ്മാനമാണ്, സൽക്കാരമാണ് സ്വർഗം. പ്രിയപ്പെട്ടവർ, ഈ 10 ആളുകളുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും, നമ്മുടെ മനസ്സ് നിറയും, ഈമാനുള്ളൊരു മനുഷ്യന്റെ ഹൃദയം പടക്കും. ഓരോരുത്തരുടെയും ജീവിതം അത്ഭുതമാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോട് പറയുന്നുണ്ട്, അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ. എന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ, എന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും കാർക്കശ്യമുള്ള ആള് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്ത് കേട്ടാൽ ഉമർ അവിടെ നിൽക്കും. അതാണ് ഉമറിന്റെ തീരുമാനം, അതാണ് ഉമറിന്റെ നിലപാട് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം സംഭവബഹുലമാണ്. ആ ജീവിതത്തിൽ നിന്നുള്ള വളരെ മനോഹരമായ, ചിന്തനീയമായ ചില സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഹിജറ 23-ാം വർഷം ദുൽഹിജ്ജ മാസത്തിലെ ഒരു ഫജ്ർ നിസ്കാരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെത്തി. കൂടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇമാം. ഇപ്പൊ മുന്നോട്ട് കയറി നിൽക്കുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലുള്ളവരോട് പറഞ്ഞു, ഇസ്തവു, നിങ്ങൾ നിങ്ങളുടെ സ്വഫുകളൊക്കെ ശരിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ഒക്കെ ഒരു രീതി അങ്ങനെയായിരുന്നു. നിസ്കരിക്കുന്നതിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ് ശരിയാക്കുമായിരുന്നു. സഹാബിമാരുടെ തോള് തട്ടിയിട്ട് നബി സ്വഫ് നേരെയാക്കിയിരുന്നു. ഇസ്തവു വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബകും. നിങ്ങൾ നിങ്ങളുടെ സ്വഫ് നേരെയാക്കണം, സ്വഫ് തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ സ്വഫ് തെറ്റിക്കുകയാണെങ്കിൽ ഫതഖ്തലിഫ ഖുലൂബകും, നിങ്ങളുടെ ഹൃദയങ്ങളും തെറ്റിപ്പോകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖീമു സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ ശരിയാക്കുക എന്ന് നബി പറയുമ്പോൾ കാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി, ഞങ്ങളുടെ കൂട്ടുകാരുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കും. വഖദമഹു ബിഖദമിഹി, ഞങ്ങളുടെ കാൽപാദങ്ങൾ ഞങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കാൽപാദത്തിനോട്, മടമ്പിനോട് ചേർത്ത് വെക്കും എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. ഇതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വഫ് ശരിയാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് എന്ന്. എന്നാലും പലപ്പോഴും നമ്മൾ അശ്രദ്ധരാണ്. ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാറില്ല. എത്ര ചേർത്താലും ചില സ്വഫൊന്നും ചേരൂല. അതൊരു നായ തൊട്ട കാലം പോലെ, ഒന്നുവിടെയാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് അടുത്ത ആള്, പിന്നെ കുറച്ച് അപ്പുറത്ത് വേറൊരാള്. എന്താണ് നമ്മുടെ മടമ്പുകാലുകൾ ചേർത്ത് വെക്കാൻ നമുക്കുള്ള തടസ്സം? നബി സ്വഫ് ശരിയാക്കാൻ പറഞ്ഞപ്പോ സ്വഹാബിമാർ അവരുടെ മടമ്പുകാലുകൾ ചേർത്ത് വെച്ചു എന്നാ പറഞ്ഞത്. നമ്മൾ നിൽക്കുമ്പോ തന്നെ കാല് 2 ഭാഗത്തേക്കാക്കിയിട്ടാ വെക്കുക. കാൽവിരലുകൾ കിബിലക്ക് നേരെ വരികയാണെങ്കിൽ നമ്മുടെ മടമ്പുകാലുകൾ ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അത് സ്വഫ് ശരിയാക്കുന്നിടത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടങ്ങി. അംർ ഇബ്നു മൈമൂൻ റഹിമഹുള്ളയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുള്ളക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഓതുന്നത് സൂറത്തു യൂസുഫോ അല്ലെങ്കിൽ സൂറത്തു അന്നഹ്ലോ ആണ്. അംർ ഇബ്നു മൈമൂൻ റഹിമഹുള്ളക്കുള്ള ഒരു സംശയമാണ്, ഇതിലേതോ ഒരു സൂറത്താണ് അദ്ദേഹം അന്ന് പാരായണം ചെയ്യുന്നത്. പിന്നിൽ അബൂ ലുഅ്ലു ഫൈറൂസ് അൽ മജൂസി എന്ന അഗ്നി ആരാധകനുണ്ട്.
അയാൾ മദീന പള്ളിയിൽ വന്നത് നിസ്കരിക്കാനല്ല, അയാൾ മുസ്ലിം അല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ വന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൊഫുകൾക്കിടയിൽ നിന്ന് മുന്നോട്ട് കയറി വന്ന് അബൂ ലുഅ്ലു ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പലതവണ കുത്തുകിട്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ പടഞ്ഞു വീഴുകയാണ്. മദീന പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ വെള്ളക്കൊട്ടാരല്ല. അന്ന് അരണ്ട വെളിച്ചത്തിലാണ് സ്വഹാബിമാർ നിസ്കരിച്ചിരുന്നത്. ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്നൊന്നും മനസ്സിലാകൂല. അപ്പൊ അബൂ ലുഅ്ലുവിന്റെ കുത്ത് കിട്ടിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളയുകയാണ്. ഖതലനിയൽ കൽബ് അകലനിൽ കൽബ്, ഉമർ റളിയല്ലാഹു അൻഹു നിലവിളിച്ചു. ഞാൻ അങ്ങനെ അവിടെ വെച്ച് തന്നെ അബൂ ലുഅ്ലു 13 ആളുകളെ കുത്തുന്നുണ്ട്. അതിൽ 7 പേര് അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അവസാനം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അബൂ ലുഅ്ലു ഫൈറൂസ് അൽ മജൂസി. ഇയാളുടെ പേര് കേൾക്കുമ്പോഴാണ് ഷിയാക്കൾപ്പെട്ട റാഫിദിയാക്കൾ ഇയാൾക്ക് വേണ്ടിയിട്ട് റഹ്മത്തിന് ചോദിക്കുന്നത്. സ്വഹാബിമാരോട് ഷിയാക്കൾക്ക് റാഫിദിയാക്കൾക്ക് എത്ര കടുത്ത വെറുപ്പാണുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അത് മാത്രം മതി. ഉമർ റളിയല്ലാഹു അൻഹു കൊന്ന മനുഷ്യന്റെ പേര് കേൾക്കുമ്പോൾ അവര് റഹിമഹുല്ലാ എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് കേൾക്കുമ്പോൾ ലഅനഹുല്ലാ എന്നും പറയും, അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന് പറയും. അതാണ് ഷിയാക്കൾ. ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു സൈഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ, മദീന പള്ളിയിൽ ഇമാമ് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല ഇത് എന്റെ അവസാനത്തെ നിസ്കാരാണെന്ന്. എന്നെ കൊല്ലാനുള്ള മനുഷ്യൻ എന്റെ പിന്നിലുണ്ട്, സ്വഹാബിമാരുടെ സ്വഫുകൾക്കിടയിൽ എന്റെ ഘാതകനുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയില്ല. ഇതിന്റെ അവസാനത്തെ ഫജ്റാണ്, ഇനി ഒരു നിസ്കാരത്തിന് സമയത്തിന് ഞാൻ ഉണ്ടാകില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വലിയല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ? പക്ഷേ മദീന പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പിന്നിൽ നിൽക്കുന്ന ഘാതകനെ തിരിച്ചറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞിട്ടില്ല. അബൂ ലുഅ്ലുവിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയില്ല. മുഹദ്ദിസ് ഷെയ്ഖിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണ്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ളത് മുഹദ്ദിസ് ഷെയ്ഖ് അറിയുന്നതാണ്. സി എം മടവൂരിനെ പറ്റിയിട്ട് പറയുന്നത് എന്താണ്? ലോകത്ത് നടക്കുന്ന എല്ലാം സി എം മടവൂർ അറിയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് മുഹദ്ദിസ് ഷെയ്ഖ് ആണോ വലുത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ വലുത്? സി എം മടവൂരാണോ വലുത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണോ വലുത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു വറാബിഉഹും ഖൈറുൽ ബരിയതി ബഅദഹും അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു. അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ടവർ, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല ഇതിന്റെ അവസാനത്തെ നിസ്കാരാണെന്ന്. ഇന്നെ കൊല്ലാനുള്ള ആളിന്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഔലിയാക്കളെ പറ്റിയിട്ട് നമ്മളെ നാട്ടിൽ എന്തൊക്കെയാ പറയുന്നത്? അള്ളാഹു അറിയുന്നതൊക്കെ ഓരറിയും, അള്ളാഹു കേൾക്കുന്നതൊക്കെ ഒരു കേൾക്കും, അള്ളാഹു കാണുന്നതൊക്കെ നബി കാണും. എങ്ങനെയാണ് അത്? അള്ളാഹു കൊടുത്ത കഴിവാൻ. അള്ളാഹുവിന്റെ കഴിവോ? അത് സ്വയം കഴിവാൻ. അങ്ങനത്തെ ഒരു കൊടുത്ത കഴിവ് എന്നുള്ള ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? മുഅ്ജിസത്തും കറാമത്തൊക്കെ ഉണ്ട്. മുഅ്ജിസത്തും കറാമത്തും വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഒരാൾ മുസ്ലിം ആവില്ല. അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചെന്നാണ്. എന്നാൽ മുഅ്ജിസത്തും കറാമത്തും അള്ളാഹു കൊടുത്ത കഴിവല്ല, അത് അള്ളാഹുവിന്റെ കഴിവാണ്. അള്ളാഹു ആ നബിമാരിലൂടെ ഔലിയാക്കളിലൂടെ അത് പ്രകടിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ സാഹിര്യങ്ങളുമായിട്ട് മത്സരം നടത്തി. അവരവരുടെ വടികളും കയറുകളൊക്കെ നിലത്തിട്ടപ്പോ അത് ഇഴയുന്നത് പോലെ മൂസാ നബിക്ക് തോന്നിനാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ പേടി തോന്നിയെന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് കണ്ടിട്ട് മൂസാ നബി പറയുന്നില്ല, നിങ്ങളെ വടികളും കയറുകളൊക്കെ നിലത്തിട്ടോളി, ഇന്റെ അടുത്ത് അതിനേക്കാളും വലിയൊരു
വിദ്യ ഉണ്ട്. ഞാൻ ആ വടി നിലത്തിടുമ്പോൾ അത് ഇതിനേക്കാളും വലിയ പാമ്പായി മാറി നിങ്ങളുടെ കയറുകളും വടികളൊക്കെ വിഴുങ്ങിക്കളയും എന്ന് മൂസാ നബിക്ക് അറിയില്ല. അള്ളാഹു വഹി കൊടുക്കാണ് വടി താഴെ ഇട്ടോന്ന്. മൂസാ നബിക്ക് പേടി തോന്നിയെന്നാ പറഞ്ഞത്. മൂസാ നബിന്റെ കഴിവാണെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹു നബിമാർക്കും ഔലിയാക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്നൊക്കെ പറഞ്ഞാൽ കഴിവ് അള്ളാഹുവിൻ്റെതാണ്. അത് അള്ളാഹു നബിമാരിലൂടെ പ്രകടിപ്പിക്കുന്നു, ഔലിയാക്കളിലൂടെ പ്രകടിപ്പിക്കുന്നു. നബിമാർ വിചാരിക്കുമ്പോഴൊക്കെ ആ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയൂല. ഔലിയാക്കൾ വിചാരിക്കുമ്പോഴൊക്കെ ആ കറാമത്ത് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റൂല. ചിലപ്പോ അവർ വിചാരിക്കാത്ത സമയത്തായിരിക്കും ആ കറാമത്ത് കിട്ടുക. മറിയം ബീവിക്ക് കറാമത്ത് കിട്ടിയിട്ട് മറിയം ബീവി സന്തോഷിക്കല്ല ചെയ്തത്. മറിയം ബീവിക്ക് ബേജാറുണ്ടായത്, സങ്കടം ഉണ്ടായത്. എന്താ മറിയം ബീവിന്റെ കറാമത്ത്? ഒരു പുരുഷൻ പോലും സ്പർശിക്കാതെ മറിയം ബീവിക്ക് ഗർഭമുണ്ടായി, മറിയം ബീവി ഗർഭിണിയായി. അത് അള്ളാഹുവിന്റെ കറാമത്താൻ. അപ്പൊ കറാമത്ത് എന്നുള്ളത് ഔലിയാക്കളുടെ കഴിവാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹു തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സൊഫിൽ പടഞ്ഞു വീണപ്പോൾ അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ മുന്നോട്ട് വിളിക്കാൻ, ഇമാമ് നിൽക്കാൻ വേണ്ടി മുന്നിലോട്ട് ക്ഷണിക്കുകയാണ്. അത് വേറൊരു മാതൃകയാണ്. ജമാഅത്ത് നിസ്കാരത്തിനിടയിൽ പെട്ടെന്ന് ഇമാമിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ പിന്നിൽ നിൽക്കുന്ന ആളെ മുന്നോട്ട് ഇമാമ് കയറ്റി നിർത്തണം എന്നുള്ളതാണ്. ആ ഒരു മാതൃക കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ചില സമയത്തൊക്കെ ഇമാമിന് വുളു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമാം എന്ത് ചെയ്യണം? അയാളെ നിസ്കാരം തുടരാൻ പാടില്ല. നിസ്കാരത്തിനിടയിൽ വുളു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വുളു ഇല്ലാതെ നിസ്കാരം തുടരുക എന്നുള്ളത് ഹറാമാണ്, പാടില്ല, കുറ്റകരമാണ്, വലിയ തെറ്റാണ്. ചില ആൾക്കാർ മടി കാരണം പിരിഞ്ഞു പോകൂല. അവർ വുളു ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നിസ്കരിക്കാണ് വേണ്ടത്. അവരവിടെ തന്നെ നിൽക്കും. നമ്മളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മദീനയിലെ മസ്ജിദ് നബവിയിൽ നടക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഹഫിളഹുല്ലാ, അദ്ദേഹമാണ് അന്ന് ഇമാമ്. മഗ്രിബ് നിസ്കാരം. നിസ്കാരത്തിന് തക്ബീർ ചൊല്ലി കൈകെട്ടി അദ്ദേഹത്തിന്റെ വുളു നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഇൻതദിർ ദഖീഖ, നിങ്ങൾ കുറച്ചേരം ഒന്ന് കാത്തിക്ക്, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. അദ്ദേഹം പോയിട്ട് തിരിച്ചു വരികയാണ്. ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. മദീന പള്ളിയിൽ നടക്കുന്ന നിസ്കാരമാണ്. അപ്പൊ ആ വിഷയത്തിൽ നമുക്കൊരു ലജ്ജ വേണ്ട, മടി വേണ്ട. മടിച്ച് ലജ്ജ കാണിച്ച് വുളു ചെയ്യാതെ നമ്മൾ ആ നിസ്കാരം തുടരുകയാണെങ്കിൽ നമ്മൾ ഹറാമാണ് ചെയ്യുന്നത്. അത് വലിയ തെറ്റാണ്. അപ്പൊ അങ്ങനെ ഇമാമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പിന്നിൽ നിൽക്കുന്ന ആൾ മുന്നോട്ട് കയറി നിന്ന് ആ നിസ്കാരത്തിന്റെ ബാക്കി തുടരുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇമാമിന്റെ പിന്നിൽ നിൽക്കേണ്ടത് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന മുതിർന്ന ആളുകളാണ്. പിന്നെയാണ് കുട്ടികൾ, പിന്നെയാണ് സ്ത്രീകൾ. അത് സൊഫ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു കുട്ടി ആദ്യം പള്ളിയിലേക്ക് എത്തി അവൻ ഒന്നാമത്തെ സൊഫിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റൂല? പിറകോട്ട് വലിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു രീതി പല പള്ളികളിലും ഉണ്ട്. ചില കുട്ടികൾ നേരത്തെ പള്ളിക്ക് വരും, ഓരോ ഒന്നാമത്തെ സൊഫിൽ നിന്നിട്ടുണ്ടാകും. പിന്നെ കാരണവന്മാര് നേരം വൈകിയ പാട്ടും പാടി കഥയൊക്കെ പറഞ്ഞു വരുമ്പോ മുന്നിലെ സൊഫിൽ നിൽക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിനെ പിറകോട്ട് വലിക്കും. ഇവിടെ കണ്ട ബാക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട്. അത് പാടില്ല, അത് അവന്റെ അവകാശമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ശക്തമായ ഭാഷയിൽ ആ രീതിയെ എതിർക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മാത്രമല്ല, ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ, അത് ആ കുട്ടിന്റെ അവകാശമാണ്. അവൻ ആ സൊഫിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ പിറകോട്ട് വലിക്കാൻ പാടില്ല, പിന്നെ അവനോട് വേറെ സ്ഥലത്തേക്ക് മാറിക്കാൻ പാടില്ല. അത് അവന്റെ ഹക്കാണ്. എന്നാൽ എല്ലാവരും നിൽക്കുന്ന സമയമാണ്, സൊഫ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാം? ഒരു യാത്രാ സംഘാണെന്ന് വിചാരിക്കുക. യാത്രക്കിടയിൽ അവർ നിസ്കരിക്കാൻ നിൽക്കുന്നു. അപ്പൊ ആദ്യം മുതിർന്നവർ മുമ്പിൽ നിൽക്കുക, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ. ആ നിലക്കാണ് സൊഫ് നിൽക്കുകയും ചെയ്യേണ്ടത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് ഇമാം എന്നിട്ട് ആ ഫജ്ർ നിസ്കാരം പൂർത്തിയാക്കുകയാണ്. ഫസല്ലാ ബിഹിം അബ്ദുറഹ്മാൻ സ്വലാത്തൻ ഖഫീഫ, വളരെ ലഘുവായിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരം നിർവഹിക്കുന്നത്. അതിൽ നമുക്കുള്ളൊരു പാഠം സന്ദർഭവും സാഹചര്യവും പരിഗണിക്കണം എന്നുള്ളതാണ്. കാരണം മുസ്ലിങ്ങളുടെ ഖലീഫ അവിടെ കുത്തുകിട്ടി കിടക്കുകയാണ്. ഫജ്ർ നിസ്കാരാണ്, അതുകൊണ്ട് സുദീർഘമായിട്ട് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സുദീർഘമായിട്ട് പാരായണം ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ മനസ്സ് മുഴുവൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിലാണ്. അവർക്ക് ആ നിസ്കാരത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയും? ആ സന്ദർഭം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പരിഗണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ചില സമയത്ത് ഞാൻ സുദീർഘമായിട്ട് പാരായണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുക. ഫഅസ്മഉ ബുകാഅ അസ്സബി, ആ സമയത്ത് ഞാൻ കുട്ടീന്റെ കരച്ചിൽ കേൾക്കും.
അങ്ങനെ ഞാൻ നിസ്കാരം ചുരുക്കും. എന്തിന്? കറാഹിയത അൻ അശുക്ക അല ഉമ്മിഹി, ആ കുട്ടിയുടെ ഉമ്മാക്ക് എടങ്ങറാകോന്ന് വിചാരിച്ച്, അവർക്ക് പ്രയാസാകോന്ന് വിചാരിച്ച് ഞാൻ നിസ്കാരം ചുരുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഞാൻ അപ്പൊ ഇന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു പാഠം, നബിന്റെ പള്ളിയിൽ, നബിന്റെ പറകിൽ, സഹാബിമാർക്ക് പറകിൽ കുട്ടികളുള്ള സ്ത്രീകൾ നിസ്കരിക്കാൻ വന്നിരുന്നു. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ പെണ്ണുങ്ങളും നിസ്കരിച്ചിട്ടുണ്ട് എന്ന പാഠം കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്വഹാബിമാരോട് അന്വേഷിക്കാൻ പറയാണ്, ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അപ്പൊ അവര് വിവരം പറഞ്ഞു കൊടുത്തു, അബൂ ലുഅ്ലു എന്ന മജൂസിയായ മനുഷ്യനാണ് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യജ്അൽ മീതതി ബിയദി റജുലിൻ യദ്ദഇൽ ഇസ്ലാം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈകൊണ്ടല്ലല്ലോ അള്ളാഹു എന്റെ മരണം വിധിച്ചത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാല് കൊടുക്കുന്നുണ്ട്, ഈത്തപ്പഴ നീര് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ. അപ്പൊ എത്ര ആഴത്തിലുള്ള മുറിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ബാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നുണ്ട്, ഫജ്ർ നിസ്കാരം പൂർത്തിയാക്കുന്നുണ്ട്. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ ഒരു പങ്കുമില്ല, ഒരു ഓഹരിയുമില്ല. നമ്മൾ യാത്രയിലാണെങ്കിൽ അന്ന് നിസ്കാരമില്ല. ഇസ്ലാമിനോളം നമുക്ക് ഇളവ് തന്ന വേറെ ഏത് മതാണുള്ളത്? എന്നിട്ടും യാത്രയിൽ നമുക്ക് നിസ്കാരമില്ല. വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ നിസ്കാരം നമ്മൾ മറന്നു. ഒരു ചെറിയ തലവേദന അടുത്തുകൂടെ പോയാല് അന്ന് നിസ്കാരമില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാകണം, നമുക്ക് ഉന്മേഷമാകണം. നിസ്കരിക്കാൻ മടി തോന്നുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷത്തെ നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഏകദേശം മരണം ഉറപ്പിച്ചു നിൽക്കുന്ന സമയം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പല ആൾക്കാരും വരുന്നു. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ വന്നു, കണ്ടു, സംസാരിച്ചു. യാ അമീറൽ മുഅ്മിനീൻ അബ്ശിർ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ സന്തോഷിക്കുക. ബിബുശ്റല്ലാഹി ലക്, അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്ന സന്തോഷ വാർത്ത കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. മിൻ സുഹ്ബത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. വഖദമിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വന്ന സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ഭരണം ഏറ്റെടുത്തു, നിങ്ങൾ ഖലീഫയായി, നിങ്ങൾ നീതിയോടുകൂടി ഭരിച്ചു. സുമ്മ ഷഹാദത്തുൻ, ഇപ്പോൾ ഇതാ നിങ്ങൾ ഷഹീദായി കൊണ്ട് മരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക അമീറുൽ മുഅ്മിനീൻ. ആ സംസാരമൊക്കെ കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോൾ അയാളുടെ വസ്ത്രം നിലത്താൻ അത് വലിച്ചേച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, റുദ്ദു അലയ്യൽ ഗുലാം, നിങ്ങൾ അയാൾ ഒന്നും കൂടി വിളിക്ക്, എനിക്ക് അയാളോട് ഒന്നുകൂടി സംസാരിക്കണം. ആ ചെറുപ്പക്കാരൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്നറിയോ? യബ്ന അഖി ഇർഫഅ സൗബക്, അന്റെ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്ക്. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക് വഅബ്ഖാ ലിസൗബിക്, അന്റെ വസ്ത്രം ബാക്കിയാകാനും അള്ളാഹുവിന്റെ അടുക്കലുള്ള തഖ്വയും അതാണ്, അതുകൊണ്ട് ആ വസ്ത്രം കയറ്റി കൊടുക്കുന്നതാണ്. ഒന്നുകൂടി ഇത് പോസ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കുക, ഏത് സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഈത്തപ്പഴ നീര് അദ്ദേഹത്തിന്റെ മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന പാല് അദ്ദേഹത്തിന്റെ മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട് കിടക്കുമ്പോഴും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നെരിയാണിക്ക് താഴെയുള്ള ഒരു വസ്ത്രം പ്രശ്നമായിരുന്നു. അതൊരു ശാഖാപരമായ വിഷയമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തോന്നിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ല, നീ അത് അഹങ്കാരത്തോട് കൂടിയാണോ നിലത്ത് ഉടുത്തത്, അതല്ല അഹങ്കാരം ഇല്ലാതെയാണോ? അഹങ്കാരത്തോട് കൂടിയാണെങ്കിൽ കയറ്റിയെടുത്തോ, അഹങ്കാരം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നടന്നോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല. നമ്മളെ ചില ആൾക്കാർക്ക് വസ്ത്രത്തെ പറ്റി പറയുമ്പോൾ, അതിന്റെ നീളത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഭയങ്കര സംഭവമാക്കി പറയുന്നത്? ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞുകൂടെ എന്നാ ചോദിക്കുക. അതൊന്നും പറയേണ്ടത് ആരും പറയുന്നില്ല. അതുപോലെ തന്നെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അധ്യാപനവും. തൊണ്ടയിൽ അവസാനത്തെ ജീവന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ നബിയുടെ കൽപ്പന ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും എന്ന തീരുമാനമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ,
അവസാനായിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അബ്ദുല്ലാഹിബ്നു ഉമർ ഉൻദുർ മാദാ അലയ്യ മിനദ്ദൈൻ. അബ്ദുല്ലാ, വാപ്പാക്ക് എത്ര കടമുണ്ട് എന്ന് നീ അന്വേഷിക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, 10 വർഷം ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ച ഒരു ഭരണാധികാരിയുടെ ചോദ്യമാണത്. വാപ്പാക്ക് എത്ര കടമുണ്ട് എന്ന് നീ അന്വേഷിക്കണം. കടമുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. 4 തലമുറക്ക് തിന്നാനുള്ളത് ബാക്കി വെച്ചിട്ടല്ല അവർ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. 22 കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത കമീസുമായി പള്ളിയിലേക്ക് ഖുതുബ പറയാൻ ഖലീഫ കയറി വരുന്നു. സമയം വൈകിയിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന ആൾക്കാരോട് പറയാണ്, എനിക്ക് ഈ കുപ്പായം മാത്രമേ ഉള്ളൂ, ഈ കുപ്പായം ഉണങ്ങാൻ കാത്തിരുന്നതാണ്. അങ്ങനെ രാഷ്ട്രം ഭരിച്ച ഭരണാധികാരിയുടെ പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദുനിയാവിനെ അവർ അത്രേ കണ്ടിട്ടുള്ളൂ. അള്ളാഹു ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. നമ്മൾ ദുനിയാവും അങ്ങനെ കിടന്ന് കെട്ടിമറിയാണ്. ആഖിറത്ത് നമ്മൾ മറക്കുകയാണ്. ആഖിറത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. അള്ളാഹു നമുക്ക് ദുനിയാവിന്റെ വാതിലുകൾ തുറന്നു തരും. ആഖിറത്ത് മറന്ന് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരാണോ, നമുക്ക് ദുനിയാവ് ഉണ്ടാവൂല, ആഖിറത്ത് ഉണ്ടാവൂല. മരിക്കുന്ന അവസാന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കട ഒരു പ്രശ്നമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിനും അഭയം ചോദിച്ചിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. അള്ളാഹുവെ, കുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, കടക്കാരനാകുന്നതിൽ നിന്ന് നീ എനിക്ക് അഭയം നൽകണമേ. അപ്പൊ സ്വഹാബിമാർ ചോദിക്കുന്നത്, എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെ കടക്കാരനാകുന്നതിൽ നിന്ന് എപ്പോഴും അഭയം ചോദിക്കുന്നത്? നബി പറയാണ്, ഇദാ ഹദ്ദസ കദബ. ഒരാൾ കടക്കാരനായി കഴിഞ്ഞാൽ സംസാരിച്ചാൽ പിന്നെ ഒന്ന് നുണ പറയും. വബഅദ ഫഅഖ്ലഫ. വാഗ്ദാനം ചെയ്താൽ അവൻ അത് ലംഘിക്കും. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ആഴ്ച തരാം, അടുത്ത മാസം തരാം. അല്ലെ, കടക്കാർ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ പറയും, വാപ്പ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞോ, വാപ്പ വേറെ സ്ഥലത്തേക്ക് പോയിക്കണെന്ന് പറഞ്ഞോ. നുണ പറയേണ്ടി വരും. അപ്പൊ കടത്തിന്റെ വിഷയവും നമ്മൾ ഗൗരവത്തിൽ കാണുക. അള്ളാഹു ദീനിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ വിശ്രമിക്കണമെന്നത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻതലിഖ് ഇലാ ആയിഷ ഉമ്മിൽ മുഅ്മിനീൻ. നമ്മുടെ ഉമ്മ ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്ന് നീ അനുവാദം ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആയിഷ ബീവിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടെ ആ 2 ഖബറുകൾക്കരികിൽ ഉമറിനും ഒരു സ്ഥാനം കിട്ടുമോ, ഒരു ഇടം തരുമോ എന്ന് നീ നമ്മുടെ ഉമ്മയോട് അനുവാദം ചോദിക്കണം. വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ. അമീറുൽ മുഅ്മിനീൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്ന് നീ പറയരുത്. ഉമർ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നാണ് നീ പറയേണ്ടത് എന്നാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ അടുക്കൽ ചെല്ലുന്നു, അനുവാദം ചോദിക്കുന്നു. ആയിഷ ബീവി കരഞ്ഞു. അത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമാണ്. പക്ഷെ ആയിഷ ബീവിക്ക് അറിയാം ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ എന്നും അബൂബക്കർ എന്നും. അതുകൊണ്ട് ആയിഷ ബീവി പറയാണ്, എന്നാൽ ഇന്ന് ഞാൻ ഉമറിന്റെ ഇഷ്ടത്തെ പരിഗണിക്കുന്നു. ആ സ്ഥലം ഉമറിന് വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. ഞാൻ ആ സന്തോഷ വാർത്ത അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയെ അറിയിക്കുന്നു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിനേക്കാളും സന്തോഷമുള്ള വേറൊരു കാര്യം എനിക്കില്ല. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇദാ അന ഖദൈതു ഫഹ്മിലൂനി. ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മയ്യിത്തുമായിട്ട്, ജനാസയുമായിട്ട് വീണ്ടും ആയിഷ ബീവിന്റെ അരികിലേക്ക് ചെല്ലണം. ഒന്നുകൂടി അനുവാദം ചോദിക്കണം. അവർ അനുവാദം തന്നാൽ നിങ്ങൾ എന്നെ അവിടെ മറമാടുക. ഇനി അവർ അനുവാദം തന്നിട്ടില്ല എങ്കിൽ റുദ്ദൂനി ഇലാ മഖാബിരിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളെ മറമാടുന്ന ബഖീയിലേക്ക് നിങ്ങൾ എന്നെ മടക്കി കൊണ്ടുപോവുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ മനസ്സാണ്. ഇന്ന് ഞാൻ അമീറുൽ മുഅ്മിനീനാണ്, രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഇന്ന് ഞാൻ മരിച്ചിട്ടില്ല.
ഞാൻ അമീറുൽ മുഅ്മിനീൻ ആണ് എന്ന കാരണം കൊണ്ട് ആയിഷ ബീവി എനിക്ക് അനുവാദം തരാൻ പാടില്ല. ഞാൻ ജീവനോടെ ഉണ്ട് എന്ന കാരണം കൊണ്ട് ആയിഷ ബീവി എനിക്ക് അനുവാദം തരാൻ പാടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ആയിഷ ബീവിയോട് അനുവാദം ചോദിക്കണം എന്നാണ്. അതെന്തൊരു മനസ്സാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ നമുക്കൊക്കെ ചില സമയത്ത് പവർ ഉണ്ടാകും, അധികാരം ഉണ്ടാകും, നമ്മളെ കീഴിൽ കുറെ മനുഷ്യന്മാരുണ്ടാകും. ആ അധികാരത്തിന്റെ ഹുങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബലത്തിൽ നമ്മൾ അവരോട് അക്രമവും അനീതിയും കാണിക്കുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇപ്പൊ ചില കമ്പനിയിലൊക്കെ മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും, അവരുടെ കീഴിൽ കുറെ പണിക്കാരുണ്ടാവും, ജോലിക്കാരുണ്ടാവും. അതിൽ കുറച്ച് ആൾക്കാരോട് ഒരു നിയമം, വേറെ കുറച്ച് ആൾക്കാരോട് വേറെ നിയമം, കുറച്ച് ആൾക്കാരാണ്ട് ഇട്ട് ഇടങ്ങറാക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവർ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവർ, അവർ ആക്രമിക്കപ്പെട്ടവരാണ്. ആ പ്രാർത്ഥന അള്ളാഹു തടയൂല. മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത്തഖി ദഅവത്തുൽ മദ്ലൂം. മുആദ്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അതിനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ചില അമ്മായിമ്മമാരൊക്കെ ഉണ്ടാകും, വീട്ടിൽ ഭയങ്കര ഭരണം നടത്തുന്നവർ. എന്നിട്ട് മരുമക്കളെ പേരമക്കൾക്ക് ഇടയിലിട്ടുണ്ട് വഷളാക്കും. അവിടെ ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടാകും, അനിയന്റെ ഭാര്യ ഉണ്ടാകും. ഇവരതൊന്നും നോക്കൂല, പരിഗണിക്കൂല. എന്നിട്ട് ഇവളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുക. മക്കളോട് പറഞ്ഞാല് മക്കള് ഉമ്മാന്റെ ഭാഗത്തേക്കും ഉമ്മാന്റെ സംസാരം കേൾക്കും. അപ്പൊ ആ ഒരു ബലത്തിൽ, ആ ഒരു അധികാരത്തിന്റെ സ്വാധീനത്തിൽ എന്ത് ചെയ്യും? ഭരിക്കുക. ആ മരുമകളുടെ കണ്ണീർ തുള്ളികൾ നിലത്ത് വീണിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കണ്ണീരല്ല, അത് തീയാണ്. അവൾ ആ ഉമ്മക്കെതിരെ കൈകൾ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല. അന്യായമായിട്ടാണെങ്കിൽ ഒരാളുടെ അഭിമാനത്തിന് നമ്മൾ വലിയ വില കൊടുക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കലും പള്ളിക്കൽക്ക് നേരത്തെ വരലും കുറെ നോമ്പെടുക്കലും ഖുർആൻ ഓതലും ഖുർആൻ ക്ലാസ്സിലും പോലും മാത്രമല്ല, നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപെടലുകളൊക്കെ നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണണം. അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി നമ്മളെല്ലാവരെയും മാറ്റിത്തരട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന നബിയോടുള്ള സ്നേഹം, അബൂബക്കറിനോടുള്ള സ്നേഹം. ഒരു സഹാബി നബിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുള്ളത്, മത്തസ്സാ, അള്ളാഹുവിന്റെ റസൂലെ എപ്പോഴാണ് അന്ത്യസമയം? അപ്പൊ നബി തിരിച്ചു ചോദിച്ചത്, വമാ അദത്തലഹ, എന്താണ് ആ അന്ത്യസമയത്തിന് നീ ഒരുക്കിയിട്ടുള്ളത്? നബിന്റെ അടുത്ത് കുറെ നിസ്കാരം നോമ്പൊന്നുമില്ല, പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. നബി പറയാൻ, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നു അവരുടെ കൂടെയാണ് നീ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി അന്ന് പറഞ്ഞ വാക്കിനേക്കാളും ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ വേറൊരു സമയം ഉണ്ടായിട്ടില്ല എന്നാണ്. ഞങ്ങൾ അവരെ പോലെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും അവരൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹിക്കുന്നവരുടെ കൂടെ ഞങ്ങൾക്കും കഴിയാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അപ്പൊ നബിയെയും സഹാബിമാരെയും സ്നേഹിക്കുക. ഹബ്ബുസ് സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാഹു അതിനൊക്കെ നമ്മളെ അനുഗ്രഹിക്കും.